ഇപ്പോൾ സിദ്ധാർത്ഥന്റെ അച്ഛൻ ശ്രീ ജയപ്രകാശ് കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജയപ്രകാശ്, ഇപ്പോൾ വൈസ് ചാൻസലറുടെ ഭാഗത്തു നിന്നാണ് ഡീനിനെയും ഒപ്പം അസിസ്റ്റന്റ് വാർഡനെയും സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി ഉണ്ടായിരിക്കുന്നത്. താങ്കൾ എങ്ങനെയാണ് ഈ നടപടിയെ കാണുന്നത്? ഇപ്പം വൈകിട്ടാണെങ്കിലും വൈകി വന്ന നടപടിയാണെങ്കിലും ഓക്കെ, അതിൽ എനിക്ക് സന്തോഷമൊന്നും പറയാൻ പറ്റൂലല്ലോ. അത് വൈകിട്ട് വന്ന നടപടിയാണെങ്കിലും അത് സ്വാഗതം ചെയ്യുന്നു. ശരി, എന്തുകൊണ്ട് ഇത്ര വൈകിയെന്ന് എനിക്കറിയില്ല. ഇത് മൂന്നും 4 ദിവസം മുമ്പ് മന്ത്രി ഓർഡർ ഇട്ടതാ. അതിനും മുമ്പേ മകന്റെ കൊലപാതകം കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഇത് കാര്യം പറയുക. ഡീനും അസിസ്റ്റന്റ് വാർഡനും ഇതിന് പങ്കുണ്ട്, അവരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തി അന്വേഷിക്കണമെന്ന്. പക്ഷെ അപ്പോഴൊന്നും ആരും ചെവിക്കൊണ്ടില്ല, അല്ലെങ്കിൽ ചെയ്തില്ല. ഡീനിന് അത് വ്യക്തമായ പങ്കുണ്ടല്ലോ. ഇതിപ്പോ സസ്പെൻഷനിലാക്കിയാൽ പോരാ, ഇവരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തുക, അല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്തിട്ട് അവർ കൊലപാതക കുറ്റത്തിൽ അവര് വിചാരണ നേരിടണം. കൊലപാതക കുറ്റത്തിൽ തന്നെ വിചാരണ നേരിടണം. കാര്യമെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ദിവസം 1 മണിക്കൂറോ 2 മണിക്കൂറോ കൊണ്ട് നടന്ന സംഭവമല്ല എന്റെ മകൻ സംഭവിച്ചത്. അവിടെ നടന്നത് 2-3 ദിവസം തുടർച്ചയായി ആ റൂമിനകത്ത് മാത്രമല്ല, അതിന്റെ പരിസരത്തും അതിന്റെ പാറപ്പുറത്തും അവിടെ ഉള്ള ഏരിയയിൽ കംപ്ലീറ്റ്, ആ ഓപ്പൺ ഏരിയയിൽ കംപ്ലീറ്റ് കൊണ്ടുപോയിട്ട് ഇത്ര കൊടിയ പീഡനം നടത്തിയ ഡീനിന്റെ കൺമുന്നിൽ കൂടെ കൊണ്ടുപോയി എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായി അറിയാം. എനിക്ക് വ്യക്തമായി അവിടുന്ന് വിവരം കിട്ടിയിട്ടുണ്ട്. ആ ഡീനിന്റെ കണ്ണു മുമ്പ് കൂടെ കൊണ്ടുപോയിട്ട് അസിസ്റ്റന്റ് വാർഡനുടെ കൂട്ടം നിൽക്കുമ്പോൾ ഇത്രയും ദിവസം എന്തുകൊണ്ടാണ് അവർ ലേറ്റ് ആയത്? ഒരു സസ്പെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ VC വരാൻ വേണ്ടി കാത്തു നിന്നോ? അറിയില്ല. പുതിയ VC വരാൻ വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ. പഴയ VC സസ്പെൻഷൻ ആയിട്ട് 2 ദിവസമല്ലേ ആവുള്ളൂ. അതിനു മുമ്പ് എന്ത് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്താത്തത്? അത് ആക്ഷൻ എടുക്കാത്തതുകൊണ്ടാണല്ലോ ആ VCക്ക് പുറത്തു പോകേണ്ടി വന്നത്. അതെ, ഇതിലിപ്പോൾ ഈ ഒരു സസ്പെൻഷൻ എന്നുള്ളത് തന്നെ അത് ശരിയായൊരു രീതിയല്ല എന്ന് കൂടി താങ്കൾ പറയുന്നുണ്ടെന്ന് തോന്നുന്നു, അല്ലേ? ഡിസ്മിസ് ചെയ്യുക എന്നുള്ളത്, അതിനുശേഷം ഇവരെ പ്രതി ചേർത്ത് ചോദ്യം ചെയ്യുക, ഇതാണ് വേണ്ടതെന്നാണ് താങ്കളുടെ ആവശ്യം. തീർച്ചയായും ഡിസ്മിസ് ചെയ്യുക. കൊലപാതകത്തിൽ അവർക്ക് വ്യക്തമായ പങ്കുണ്ട്, അറിവുണ്ട്. അതുകൊണ്ട് ഡിസ്മിസ് ചെയ്യുക. ഇവരെ രണ്ടുപേരെയും സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുക. ഡിസ്മിസ് ചെയ്ത് മാറ്റി നിർത്തിയിട്ട് കൊലപാതക കുറ്റത്തിന് ഇവരെ വിചാരണ നേരിടണം. ബാക്കിയുള്ള ക്രിമിനലുകളുടെ കൂടെ ഇവർ രണ്ടുപേരും ഇനി കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ, 2 പേര് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല. കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അവരും വിചാരണ നേരിടുക തന്നെ വേണം. വെറും സസ്പെൻഷൻ കൊണ്ട് കാര്യമില്ല. സസ്പെൻഷൻ മാത്രമേ നമ്മൾ അറിയുള്ളൂ. കുറെ ദിവസം കഴിഞ്ഞ് 2-3 മാസം കഴിഞ്ഞ്, അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞ് ഏത് സർവീസിൽ കയറുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ കയറുകയോ, അതൊന്നും നമ്മൾ അറിയില്ല. അതൊന്നും ഒരു വാർത്തയാവില്ല. അത് ശരിയാണ്, എനിക്കും അറിയാം. സസ്പെൻഷൻ മാത്രമേ ആൾക്കാർക്ക് അറിയാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് അവർക്ക് പൂർവ്വാധികം ഈ ആനുകൂല്യങ്ങളും എല്ലാം കൂടെ കിട്ടിക്കൊണ്ട് അവർ അടുത്തൊരു ജോലി കയറും. എനിക്ക് നല്ലവണ്ണം അറിയാം. അപ്പൊ സസ്പെൻഷനിൽ കാര്യമില്ല, ഡിസ്മിസൽ വേണം. ഡിസ്മിസൽ ചെയ്ത് കൊലപാതക കുറ്റത്തിന് ഇവർ ജോലി വിട്ടുമാറി എന്ന് കൊലപാതക കുറ്റത്തിന് വിചാരണ നേരിടണം. ഈ വിചാരണ എന്ന് അവസാനിക്കുന്നു അവർ നിരപരാധിയെ തെളിയിക്കണമെങ്കിൽ തെളിയിക്കട്ടെ. നിരപരാധി അല്ല എന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാണ്. ഇനി 100% ഉറപ്പാണ്. ഡിസ്മിസ് ചെയ്ത് കൊലപാതക കുറ്റവാളികളെ കൂടെ വിലങ്ങിട്ട് തന്നെ അവരെ കൊണ്ടുപോകണം. ഇപ്പൊ കൊണ്ടുവന്ന കുറ്റവാളികളെ വിലങ്ങുമില്ല, ഒന്നുമില്ല. കൊണ്ടുവരിക, മുഖം മൂടി കൊണ്ടുവരുന്നു. അത് ആരെ സംരക്ഷിക്കാമെന്ന് അറിയില്ല. ഓക്കെ, അത് വേറൊരു കേസ്. നമ്മൾ ഡീനിന്റെ കാര്യം പറയാം. ഡീനിനെയും കാന്തനാഥനെയും കൊണ്ട് ജയിലിനകത്ത് ഇടുക. ഉറപ്പായിട്ടും വിചാരണ നേരിട്ടേ പറ്റുള്ളൂ. ഡിസ്മിസൽ ചെയ്തിട്ട് സസ്പെൻഷനിൽ ഒരു കാര്യവുമില്ല. അല്ല, ഇതിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം താങ്കളും മറ്റ് കുടുംബാംഗങ്ങളും ഒക്കെ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു പ്രതികൾക്കെതിരെ ഗൂഢാലോചന കുറ്റം, കൊലക്കുറ്റം ഒക്കെ ചുമത്തണമെന്ന്. ഇപ്പോൾ ഇന്നലെയാണ് ഗൂഢാലോചന കുറ്റം ചുമത്തുന്നത്. അങ്ങനെ വളരെ പതിയെയാണെങ്കിലും നിങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങളിലേക്ക് പോലീസ് എത്തിച്ചേരുന്നുണ്ട് എന്നൊരു അഭിപ്രായമുണ്ടോ? അത് നമ്മൾ പറഞ്ഞിട്ട് അവരെത്തിക്കേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഇത് ചേർക്കേണ്ട എല്ലാ എവിഡൻസും അതിലുണ്ട് ചേരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതുപോലെ നമ്മൾ പറഞ്ഞത് അവർക്ക് ചേർക്കേണ്ട കാര്യമില്ലല്ലോ. അവർക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? അപ്പൊ ഇത്രയും പ്രഷർ അവർക്കുള്ളതുകൊണ്ടല്ലേ ചെയ്യുന്നത്. അവർ ഈ മീഡിയയിൽ കൂടെ, അല്ലെങ്കിൽ ഈ കേരള പൊതുജനങ്ങൾ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ പ്രഷർ ഉള്ളതുകൊണ്ടായിരിക്കും അവർക്ക് ഇങ്ങനെ ഓരോ നേരം ചെയ്യേണ്ടി വരുന്നത്. അടുത്ത കൊലപാതക കുറ്റം ഇതുവരെയ്ക്കും ചെയ്തില്ല. അപ്പൊ ഇതുപോലെ പ്രഷർ ഉണ്ടെങ്കിൽ അവർ കൊലപാതക കുറ്റം ചെയ്യും. എല്ലാവരും സത്യത്തിന്റെ പുറകെ നടക്കുന്നത് കൊണ്ട്, ഇപ്പൊ ചാനലാണെങ്കിലോ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളോ അല്ലെങ്കിൽ സംഘടനകളോ, അവരെല്ലാവരും ഇപ്പൊ സത്യം അറിഞ്ഞേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. എനിക്കതിൽ സന്തോഷമുണ്ട്. ആ ഒരു പ്രഷർ ഉള്ളത് കൊണ്ടാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ ചെയ്യേണ്ടി വന്നത്. ഇല്ലെങ്കിൽ അത് ചെയ്യില്ല. എനിക്ക് 100% ഉറപ്പാണ്. ഇനി ആ കൊലപാതക കുറ്റം ചേർക്കണം. 302 ഉറപ്പായിട്ട് ചേർക്കണം. ഉറപ്പായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ മാത്രമേ ശരിക്കും ഈ പ്രതികൾക്ക് അർഹമായ ശിക്ഷയെന്ന് പറയാൻ പറ്റില്ല. ആ വിചാരണ നേരിടാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അവരിപ്പോൾ 1-2 ആഴ്ച കഴിഞ്ഞിട്ട് ജാമ്യം എടുക്കും, സുഖമായിട്ട് പുറത്തങ്ങ് പോകും. പുറത്തു പോകുമ്പോഴേ അവരുടെ കേസ് ആര് നോക്കും? അവരുടെ കേസ് അവർ പാർട്ടി നോക്കും. അവർ വീട്ടുകാർ നോക്കിയിട്ട് കാര്യമില്ല. പാർട്ടി കേസല്ല, അവരെ പാർട്ടി നോക്കും. ഞാൻ കേസ് നോക്കണം. എന്റെ കുടുംബം വിറ്റോ അല്ലെങ്കിൽ എന്റെ കാശ് എടുത്ത് ഞാൻ കേസ് നടത്തണം. എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ ആ കേസ് തോറ്റുപോകും. എനിക്ക് 100% ഉറപ്പാണ്.
ഞാൻ എത്ര കേസ് പറഞ്ഞാലും ഈ രീതിയിൽ കേസ് കൊണ്ടുപോവുകയാണെങ്കിൽ അവസാനം വരുമ്പോൾ ആ കേസ് ഞാൻ തോറ്റുപോകും. അതുകൊണ്ട് അത് ആ ഒരു രീതി ഈ വകുപ്പിൽ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവർ പുറത്തു പോകും. 302 ചേർക്കുക. 302 ചേർക്കേണ്ട എല്ലാ അതിലുണ്ടല്ലോ. ഉദ്ദേശത്തോടു കൂടി വിളിച്ചു വരുത്തിയല്ലോ. കൊല ചെയ്യാൻ വേണ്ടി ഉദ്ദേശത്തോടെ വിളിച്ചു വരുത്തിയല്ലോ. അവിടെ എല്ലാ ആയുധവും സംഘടിപ്പിച്ച് വെച്ചല്ലോ. അവരാക്രമിച്ചല്ലോ. അതിന് തെളിവുണ്ടല്ലോ. അവസാനം വലിയ മുറുക്കി കഴുത്ത് മുറുക്കി കൊന്നതിന് അതിനും തെളിവുണ്ടല്ലോ. അതിന് തെളിവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം. ഒരു 3 ദിവസം മർദ്ദിച്ച് അവശനാക്കി ആഹാരം പോലും ഇല്ലാത്ത ഒരു മനുഷ്യൻ, അവന് എഴുന്നേക്കാൻ പോലും, തൂങ്ങാൻ പോയിട്ട് എഴുന്നേക്കാൻ പോലും പറ്റില്ല. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ട ഇവിടുത്തെ പല ഡോക്ടർമാരും പറഞ്ഞു, വിദഗ്ധരായ ഡോക്ടർ തന്നെയാണ് നമ്മളോട് പറഞ്ഞത്, ഇത്രയും ഇഞ്ചുറി ഉണ്ടായ ഒരു മനുഷ്യന് തൂങ്ങാൻ പോയിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റില്ലെന്നാണ് പറയുന്നത്. തൂങ്ങുന്നത് പൊട്ട് അവന് എഴുന്നേറ്റ് നിന്ന് അല്ലെങ്കിൽ അവന്റെ ബാത്റൂമിൽ പോലും പോകാൻ പറ്റില്ല. അവൻ ആ ഒരു സിറ്റുവേഷനിൽ അത്രയ്ക്ക് ഹെവി ഇഞ്ചുറിയാ, വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഇഞ്ചുറിയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ഇന്റേണൽ ബ്ലീഡിംഗ് നടന്നിട്ടുണ്ട്. ഇന്റേണൽ ബ്ലീഡിംഗ് നടന്നു കഴിഞ്ഞാൽ 2 ദിവസം ആകുമ്പോൾ അവർ തന്നെ പറയുന്നു 2-3 ദിവസം നിൽക്കില്ല, 2 ദിവസം ആകുമ്പോൾ തന്നെ ആൾ ഏകദേശം മരണത്തിലോട്ട് പോയി കളയും, മരണത്തിലോട്ട് തള്ളും. അപ്പോൾ അവിടെ കൊന്ന് കെട്ടിത്തൂക്കി. അപ്പൊ ഇത്രയും വ്യക്തമായി തെളിവുണ്ട്. അപ്പൊ എന്തുകൊണ്ട് 302 ചേർത്തുവിടാ? അതെ, ഇതിലിപ്പോൾ ഈ ഡീൻ നൽകിയിട്ടുള്ള വിശദീകരണം ഇതിനു മുൻപ് മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞത് താങ്കൾക്കും അറിയാമെന്നാണ് ഞാൻ കരുതുന്നത്. അതേ രീതിയിൽ തന്നെയുള്ള വിശദീകരണമാണ് വി സിക്ക് നൽകിയിട്ടുള്ളത്. ഈ സംഭവം അറിഞ്ഞ് ഉടൻ തന്നെ അങ്ങോട്ടേക്ക് എത്തുന്നു, ആശുപത്രിയിലേക്ക് എത്തുന്നു. തൻ്റെ മേൽനോട്ടത്തിലാണ് പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. കുടുംബാംഗങ്ങളെ അറിയിക്കാൻ ആളെ ചുമതലപ്പെടുന്നു. അതൊക്കെ ഏതാണ്ട് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇതെല്ലാം താൻ ചെയ്തിട്ടുണ്ട്, ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്ന നിലപാടാണ് അദ്ദേഹം ഈ വി സിക്കും അതേ വിശദീകരണം നൽകുന്നു. മാധ്യമങ്ങളോടും പറഞ്ഞിട്ടുള്ള അതേ കാര്യം തന്നെയാണ്. അത് ഈ ആളെ ചുമതലപ്പെടുത്തുകയല്ലല്ലോ വി സിയുടെ ജോലി. ഒരു കുട്ടി അവിടെ ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ ഓക്കെ, ആളെ ചുമതലപ്പെടുത്താം. ഒരു കൊലപാതകം നടന്നിട്ട് അത് ആളെ ചുമതലപ്പെടുത്തുകയല്ല വി സിയുടെ, അത് ഡീന്റെ ജോലി. വ്യക്തമായി ആ കുടുംബാംഗങ്ങളെ അറിയിക്കുക. നമ്മളെ ഒരിക്കലും അവർ ബന്ധപ്പെട്ടിട്ടില്ല. കുടുംബാംഗങ്ങളെ അറിയിക്കുകയോ ഒരു കാര്യവും ആ ഡീന് നമ്മളോട് ചെയ്തിട്ടില്ല. പിന്നെ പോസ്റ്റ്മോർട്ടത്തിന് പുള്ളിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തി എന്ന് പറയുന്നു. പോസ്റ്റ്മോർട്ടം നടത്താൻ പുള്ളിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തേണ്ട കാര്യമില്ല. പോസ്റ്റ്മോർട്ടം നടത്തുന്ന നോക്കി നിൽക്കുക, അവിടെ ബന്ധുക്കൾ കാണും. ഏതാണ് ഡെഡ് ബോഡി, അതിന്റെ ബന്ധുക്കളാണ്. ആ ബന്ധുക്കൾ അതിന്റെ കൂടെ നിന്നിട്ട് ഇൻക്വസ്റ്റ് ചെയ്യണം, അത് ചെക്ക് ചെയ്യുന്നത്. പുള്ളിയുടെ മേൽനോട്ടത്തിൽ ചെയ്യേണ്ട കാര്യമില്ല. പുള്ളിക്ക് അത്ര ഉത്തരവാദിത്വം എടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, നിന്നോട്ടെ. അതിനു മുമ്പ് ജീവൻ ചെയ്യേണ്ട കാര്യം രക്ഷിക്കാനുള്ള എല്ലാ അല്ല. ശ്രമങ്ങളും അതിനു മുമ്പ് നടത്തി, പക്ഷേ അതെ, അത് പരാജയപ്പെട്ടു പോയി എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഒരു രക്ഷ ഒന്നുമില്ല. അത് ഡോക്ടർമാരുടെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് പറയും. മരിച്ച് എത്ര സമയം കഴിഞ്ഞാൽ അവിടെ കൊണ്ടുവന്നത്. ജീവൻ രക്ഷിക്കേണ്ട യാതൊന്നും അവിടെ ചെയ്തിട്ടില്ല. ഒരു കാര്യം, തൂങ്ങി നിന്ന് ഒരു മനുഷ്യന് എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത ഒരു മനുഷ്യനെ ഇങ്ങനെ കെട്ടിത്തൂക്കിയ ഇത് ചെയ്തിട്ട്, ആ തൂക്കിയ ഒരു സാധനം ഏതിലാണ് തൂങ്ങിയത്, ആ ഒരു അവിടെ എവിഡൻസ് ഇല്ല. ആ തൂങ്ങിയ ഒരു കയറാണോ മുണ്ടാണോ ഒന്നും അവിടെ ഇല്ല. അവന്റെ ഡ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തതയില്ല. അടിവസ്ത്രം മാത്രം ഉണ്ടെന്ന് പറയുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവൻ ഷർട്ടും പാൻറ്റും ഇട്ട് കിടക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ അതിലെന്താ അതിന്റെ ലോജിക്ക് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഈ അഴിച്ചിറക്കാനായിട്ട് ഇയാളെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അഴിച്ചിറക്കിയിട്ടില്ല. അത് 100% ഉറപ്പാണ്. അവിടെ കണ്ടവരും അവരുടെ കുട്ടികളും അവിടുന്ന് കിട്ടിയ വിവരം അനുസരിച്ച് അവർ പറയുന്നത് ഒന്നുമില്ല. അവർ മരിച്ച ബോഡിയാ. മരിച്ച ബോഡി അഴിച്ചിറക്കാനായിട്ട് ഡീന് ആരാച്ചാരല്ലല്ലോ. അതെ, ഇപ്പോൾ ശ്രീ ജയപ്രകാശ്, നിങ്ങളൊക്കെ ആവശ്യപ്പെടുന്നത് പോലെ ആ തരത്തിലേക്ക് കൂടി പോലീസ് അന്വേഷണം പോകുമെന്ന് കരുതുന്നുണ്ടോ? അതായത് ഡീനിലേക്കും അസിസ്റ്റന്റ് വാർഡനിലേക്കും ഒക്കെ അന്വേഷണം ചെന്നെത്തുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ എത്തണമെന്ന്. കാര്യം ഞാൻ പകൽ പോലെ സത്യമാണ്. ഞാൻ ആഗ്രഹിക്കുന്നു, അത് പകൽ പോലെ സത്യമാണ്, ഡീനിലേക്ക് എത്തണമെന്ന്. ഡീനിന് കുറ്റക്കാരനല്ലെങ്കിൽ ഡീനിനെ സസ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇത്രയും കുറ്റം ഡീൻ ചെയ്തത് കൊണ്ടാണ് സസ്പെൻഡ് ചെയ്തത്. ചുമ്മാ നിൽക്കുന്ന ഒരാളിനെ, ചുമ്മാ വെറുതെ നല്ല ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളിനെ സസ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അത് ചെയ്താൽ കൊള്ളാം, ഞാൻ സഹകരിച്ചു പോകാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ആ ഡീനിനെതിരെയും കാന്തനാഥിനെതിരെയും അടുത്ത കൊലക്കുറ്റത്തിൽ തന്നെ ഞാൻ എനിക്ക് കേസ് കൊടുക്കേണ്ടി വരും. അതായത് ഇതുകൊണ്ട് ഞാൻ തൃപ്തനായി നിൽക്കില്ല. ഈ ഒരു അതായത് ഇരുവർക്കുമെതിരെ താങ്കൾ നിയമ നടപടിയിലേക്ക് പോകും അല്ലേ? ഉറപ്പായിട്ട് പോകും. അത് ഉറപ്പായിട്ട് പോകും. ഡീനിനെതിരെയും പോവും, കാന്തനാഥിനെതിരെയും പോവും, ആ പെൺകുട്ടിക്കെതിരെയും പോവും. പെൺകുട്ടി ഗൂഢാലോചനയിൽ ഈ പെൺകുട്ടി വ്യക്തമായ പങ്കുണ്ട്. 302 ചേർക്കുമ്പോൾ ആ 302 ഈ പെൺകുട്ടിയുടെ പേര് വരണം. എനിക്കറിയില്ല കുട്ടിയുടെ പേര്. അത് കണ്ടുപിടിക്കേണ്ടത് അവരുടെ പോലീസാണ്. ഏതാണ് പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ പേര് വരണം. പിന്നെ മരിച്ചു കഴിഞ്ഞിട്ട് കൊന്നു കഴിഞ്ഞിട്ട് ആ കംപ്ലൈന്റ് പേപ്പറിൽ ഒപ്പിട്ട ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ്, മരിച്ചു കഴിഞ്ഞിട്ടാണ് ആ കംപ്ലൈന്റ് പേപ്പറിൽ അവിടുത്തെ ഉദ്യോഗസ്ഥർ ഒപ്പിട്ടത്, ആ ഉദ്യോഗസ്ഥരും കൂടെ ഈ കൊലക്കുറ്റത്തിൽ വരണം.
വന്നില്ല. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ മരണം കഴിഞ്ഞിട്ട് ഈ ഒരു കംപ്ലൈന്റ് കൊടുക്കണമെങ്കിൽ അതിൽ എന്തുമാത്രം ദുരൂഹത ഉണ്ടെന്ന് നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. അത് പ്രത്യേകിച്ച് വലിയ ബുദ്ധിയൊന്നും വേണ്ട അത് ആലോചിക്കാനായി. ശരി ശരി. വളരെ നന്ദി ശ്രീ ജയപ്രകാശ് പ്രതികരിച്ചതിന്. അല്പസമയം മുൻപാണ് വൈസ് ചാൻസലറുടെ ഉത്തരവ് വന്നത്. ഡീനിനെയും അസിസ്റ്റന്റ് വാർഡനെയും സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ്. എന്നാൽ സസ്പെൻഷനിൽ ഒതുങ്ങരുത് കാര്യങ്ങൾ. ഇരുവരെയും ഡിസ്മിസ് ചെയ്തുകൊണ്ട് പ്രതി ചേർത്ത് ചോദ്യം ചെയ്യണം. ഇരുവർക്കുമെതിരെ കൊലക്കുറ്റം ചുമത്തണം എന്നുള്ളതാണ് ഇപ്പോൾ പിതാവിന്റെ ആവശ്യം. ആ തരത്തിലേക്ക് തന്നെ നടപടി തങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുണ്ടായില്ല എന്നുണ്ടെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്നാണ് സിദ്ധാർത്ഥിന്റെ പിതാവ് ശ്രീ ജയപ്രകാശ് ഇപ്പോൾ പ്രതികരിച്ചത്.